ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുള്ള സുസൂക്കി എസ്പ്രസ്സോയെക്കുറിച്ചാണ്. 2020 ഈ വണ്ടി വാങ്ങുന്നത്. ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്യായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടിയിൽ ഇപ്പം 5 വർഷം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ സംതൃപ്തനാണ്. കാരണം ഇതിൻ്റെ നല്ല സീറ്റിംഗ് പൊസിഷൻ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്യാവശ്യം നമുക്ക് മൈലേജും കിട്ടുന്നുണ്ട്. ഒരു 17 എന്നുള്ള രീതിയിൽ ഇപ്പോൾ മൈലേജ് കിട്ടുന്നുണ്ട്. അത് ലോങ് റൂട്ടൊക്കെ പോവുകയാണ് നമുക്കൊരു 18-19 മേലെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 5 വർഷത്തിനുള്ളിൽ ഞാൻ ഏതാണ്ട് 40,000-അടുത്ത് കിലോമീറ്റർ മാത്രമാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ദിവസം ഓടിയിട്ടുള്ള മാക്സിമം ദൂരം എന്ന് പറയുന്നത് 300 കിലോമീറ്ററാണ്. എനിക്ക് ഈ 5 വർഷത്തിനിടയ്ക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് ഒരു വർഷത്തിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ സർവീസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പം എനിക്ക് വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അന്ന് നമുക്ക് വണ്ടി വാങ്ങുമ്പോൾ ഉള്ള അതേ ടയർ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇനിയും ഒരു 10,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടാനുള്ള ടയർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടിയുടെ എടുത്ത് പറയേണ്ട 2 കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ സീറ്റിംഗ് പൊസിഷനുമാണ്. നമുക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റോഡും അതുപോലെ നന്നായിട്ട് വ്യൂ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ്. അത്യാവശ്യം നമുക്ക് ഓഫ് റോഡും അതുപോലെ തന്നെ കുന്നുമലയൊക്കെ കയറി പോകാൻ പറ്റും, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ. ഞാനിതിൻ്റെ കുറേ റിവ്യൂസൊക്കെ കണ്ടിരുന്നു. അതിലൊക്കെ പറയുന്നത് ലേഡീസിന് പറ്റിയ വണ്ടിയാണ്, സിറ്റിക്ക് പറ്റിയ വണ്ടിയാണെന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ചെറിയ ഫാമിലിക്കൊക്കെ അത്യാവശ്യം ലോങ് റൂട്ടൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. നല്ല കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് കുറേ ട്രിപ്പ് പോയിട്ടുണ്ട്. അത് മസനഗുഡി വഴി ഊട്ടി പോയിട്ടുണ്ട്, അതുപോലെ തന്നെ കർണാടകയിൽ മൈസൂർ, അതുപോലെ തന്നെ ഇടുക്കിയിലൊരു 3 ദിവസത്തെ ട്രിപ്പ് പോയിട്ടുണ്ട്. അങ്ങനെ ഫാമിലിയായിട്ട് അത്യാവശ്യം നമ്മൾ പോകാറുണ്ട്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് എന്തായാലും പറ്റിയൊരു വണ്ടി തന്നെയാണ്. വലിയ ബഡ്ജറ്റ് ഇല്ലാത്തൊരു വണ്ടി നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം മൈലേജും കിട്ടുന്നൊരു വണ്ടി, അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് സുസൂക്കി എസ്പ്രസ്സോ എന്ന് പറയുന്നത്. എസ്പ്രസ്സോ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിനിടയിൽ കമൻറ്റ് ചെയ്യുക അവരുടെ അനുഭവങ്ങൾ. ഞാനൊരു റിവ്യൂവർ ഒന്നുമല്ല, എനിക്ക് എൻ്റെ ഒരു അനുഭവം മാത്രമേ പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 വർഷം എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഒരു ഫാമിലിയായിട്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റിയൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാലം കൂടി ഈ ഒരു വണ്ടി ഉപയോഗിക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ ബൈ.